അള്ളാഹുവാണ് ഗനി, നിങ്ങളൊക്കെ ഫക്കീറന്മാരാണ്. अल्लाह ने जो दिया है उसके रास्ते में झोंकना है. അതുകൊണ്ട് അള്ളാഹു എന്താണ് നൽകിയത്, അള്ളാഹുവിന്റെ വഴിയിൽ അത് അർപ്പണം ചെയ്യണം. 50-60 साल से काम चल रहा है. 50-60 വർഷമായി ദീന്റെ പരിശ്രമം നടക്കുന്നു. केरला में 60 बरस से काम चल रहा है. 60 വർഷമായി കേരളത്തിൽ പരിശ്രമം നടക്കുന്നുണ്ട്. अब तक हमें झांकने को ही ഇതുവരെ നമ്മൾ അതിന്റെ രുചി ഒന്ന് നാവിൽ തൊട്ട് നോക്കിയിട്ടേ ഉള്ളൂ. क्या हो रहा है सो, എന്താ സംഭവിക്കുന്നത്, कौन से जिले में इज्तिमा हो रहा है सो, ഏത് ജില്ലയിലാണ് സമ്മേളനം क्या നടക്കുന്നത്, ये मशवरा, മഷൂർ എപ്പോഴാണ്, क्या ये जोड़, എന്തിനാ സമ്മേളനം. खाली ऊपर से झांकने को ही. നമ്മളിതൊക്കെ ബാഹ്യമായി ഒന്ന് നോക്കുന്നതാണ്. झांकना खत्म करना, അത് ഒഴിവാക്കണം. झोंक डालना, നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങണം. जो कुछ है अल्लाह के रास्ते में झोंक डालना. എന്താണ് അള്ളാഹു നൽകിയത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് അർപ്പണം अल्लाह ചെയ്തേക്കണം. के रास्ते में जो कुछ है लुटा देना. അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹു നല്ലതിനെ അർപ്പണം ചെയ്തേക്കും. फिर अल्लाह क्या देगा, പിന്നെ അള്ളാഹു പകരം എന്ത് നൽകും, ईमान की अल्लाह पाक जो है ईमान की शान अता, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനിന്റെ യാഥാർത്ഥ്യം നമുക്ക് നൽകും. ईमान की हकीकत आएगी, ഈമാനിന്റെ ഹഖീഖത്ത് നൽകും. इबादत से जान पड़ेगी, ഇബാദത്തുകളിൽ ജീവനുണ്ടാവും. हमारे माशरत में खूबी आएगी, നമ്മുടെ സ്വഭാവത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ നന്മകളുണ്ടാവും. हमारे मामलात में दुरुस्तगी आएगी, നമ്മുടെ കൊടുക്കൽ വാങ്ങലുകൾ സത്യസന്ധമാവും. हमारे अखलाक में पाकीज़गी आएगी, നമ്മുടെ സ്വഭാവത്തിൽ പരിശുദ്ധി ഉണ്ടാവും. लोग हमारी जिंदगी देखेंगे, ജനങ്ങൾ നമ്മുടെ ജീവിതം കാണും. ये जिंदगी का नूर दुनिया में फैलेगा ആ ജീവിതത്തിന്റെ പ്രകാശം ലോകത്ത് പരക്കും. और सारी दुनिया के अंदर से कुफ्र का शिर्क का अंधेरा खत्म हो जाएगा. ദുനിയാവിൽ നിന്ന് കുഫറിന്റെ ഷിർക്കിന്റെ അന്ധകാരം ഇല്ലാതാവും. तो देरी हमारे से हो रही है. ഈ താമസം നമ്മളുടെ ഭാഗത്ത് നിന്നാണ് വരുന്നത്. मुसलमान को अल्लाह ने इस्लाम का मजहर बनाया. മുസ്ലിമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം വെളിവാകാനുള്ള സ്ഥാനമാക്കി നിശ്ചയിച്ചു. मजहर का माना क्या, जाहिर करने वाला. മസ്ഹർ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ നിന്നാണ് അത് വെളിവാകേണ്ടത്. देखो तुम्हारे सामने कैसे ट्यूब लाइट से लग रही നിങ്ങൾ നോക്കിയ എത്രയോ ട്യൂബ് ലൈറ്റുകളുണ്ട് മുന്നിൽ. है. ये ट्यूब का काम क्या, ഈ ട്യൂബിന്റെ ജോലി എന്താണ്, रोशनी का पहुंचाना. വെളിച്ചം നൽകുക. ट्यूब का नाम क्या, ട്യൂബിന്റെ പേരെന്താണ്, इसका नाम है ये रोशनी का मजहर है. കാരണം ഇത് വെളിച്ചം നൽകുന്ന ഒരു സാധനമാണ്. इससे रोशनी जाहिर होती है. അതിൽ നിന്ന് വെളിച്ചം വെളിവാകും. अगर ये ट्यूब रोशनी जाहिर न करे तो ये ट्यूब किस काम का, അഥവാ ഈ ട്യൂബിൽ നിന്ന് വെളിച്ചം വരുന്നില്ലേ പിന്നെ അതിന്റെ പ്രയോജനം എന്താണ്, छुट्टी में ले जाकर फेंकने का. നമ്മൾ അതെടുത്ത് അത് കൊട്ടയിൽ വലിച്ചെറിയും. ये फैन हवा का मजहर है, ഈ ഫാൻ അത് കാറ്റ് കിട്ടാനുള്ള ഒരു സംസ്ഥാനം. यानी फैन से हवा जाहिर होती है. ഈ ഫാൻ കടങ്ങുമ്പോഴാണ് നമുക്ക് കാറ്റ് കിട്ടുന്നത്. अगर हवा जाहिर ना करे तो फैन किस काम का, അഥവാ കാറ്റ് കിട്ടുന്നില്ലെങ്കിൽ, കറങ്ങുന്നില്ല എങ്കിൽ പിന്നെ ഈ ഫാനിന്റെ പ്രയോജനം എന്താണ്, तो इसका काम गया, പിന്നെ അതിന്റെ ജോലി പ്രയോജനമല്ല, फिर इसका मकाम गया. പിന്നെ അതിന്റെ സ്ഥാനവും പോകും. इज्जत से नीचे उतारते हैं, വലിയ അന്തസ്സുള്ള സ്ഥലത്തായിരുന്നു, മുകളിൽ നിന്ന് അതിനെ താഴെ उसके ഇറക്കിക്കൊണ്ടുവരും. बाद जाकर स्पेयर पार्ट में बेच कर आते हैं. എന്നിട്ട് അത് സ്ക്രാപ്പിന്റെ കടയിൽ വിറ്റ് കളയും. तो इसका काम गया, അതിന്റെ ജോലി നിന്നു, इसका मकाम भी गया, അതിന്റെ സ്ഥാനവും പോയി, हत्ता कि इसका नाम भी चले गया. അതിന്റെ പേരും ഇല്ലാതെയായി. अब इसे फैन बोलते हैं, ആദ്യം അതിനെ ഫാൻ എന്ന് ഇനി പറയൂല, स्क्रैप बोलते हैं. സ്ക്രാപ്പ് എന്ന് പറയും. इसी तरीके से मुसलमान ഇതേപോലെ മുസ്ലിം इस्लाम का मजहर, ഇസ്ലാം വെളിവാകേണ്ട ആളാണ്. इस्लाम इससे जाहिर होता है. ആ മുസ്ലിമിൽ ഇസ്ലാം വെളിവാകണം. अगर मुसलमान इस्लाम को जाहिर ना करे तो मुसलमान किस काम का. അഥവാ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഇസ്ലാം വെളിവാകുന്നില്ലെങ്കിൽ പിന്നെ ആ മുസ്ലിം പിന്നെ ഏത് ജോലിക്കാ, ഏത് പേരിലാണ്. हम तमाम को यही मेहनत करना है. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ പരിശ്രമം ചെയ്യണം. इसके लिए ऐसी कोशिश करना कि पूरे आलम के अंदर हर कलमा पढ़ने वाला दावत के काम को लेकर खड़ा हो जाए. അതുകൊണ്ട് ലോകത്തിലെ ഓരോ കലിമ പറയുന്ന ആളും ദഅവത്തിന്റെ പരിശ്രമവുമായി എഴുന്നേറ്റ് നിൽക്കണം. 100% दावत के काम में खड़ जाना. 100% ദഅവത്തിന്റെ പരിശ്രമം ചെയ്യുന്നവരാകണം. नियत करते हैं भाई, എല്ലാവരും നിയത്ത് ചെയ്യുമല്ലോ ഇൻഷാ അല്ലാഹ്. हम भी दावत के काम में खड़े हो जाएंगे. നമ്മളും ദഅവത്തിന്റെ പരിശ്രമത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമല്ലോ. काम को मकसद बनाएंगे. ദീന്റെ പരിശ്രമത്തിന് ലക്ഷ്യമാക്കി മനസ്സിലാക്കുവോ? कौन कौन? ആരൊക്കെ? माशाअल्लाह 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 माशाअल्लाह. अल्लाह बरकत अता फरमाए, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. अल्लाह तरक्की नसीब फरमाए. അല്ലാഹു ഉയർച്ച നൽകുമാറാകട്ടെ. जिस दिन से ये काम रुक गया है सारी दुनिया में बर्बादी आई. ഏത് സമയത്താണോ ഈ പരിശ്രമം നിന്നുപോയത് ലോകം മുഴുവനും അപകടത്തിലായി. सहाबा कराम दुनिया में फैल गए. സഹാബാക്കൾ ലോകത്ത് മുഴുവനും പരന്നു. हज्जतुल वदा के बाद ഹജ്ജത്തുൽ വിദാഇന് ശേഷം और मक्के में मदीने में भी बड़ी मेहनत हुई. മക്കയിലും മദീനയിലും വലിയ പരിശ്രമം നടന്നിരുന്നു. मक्के में इज्तिमाई अमल का मौका नहीं मिला, മക്കയിൽ ഒരുമിച്ച് കൂടാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. मदीने में इज्तिमाई अमल का मौका मिल गया. മദീനയിൽ ഒരുമിച്ച് ചേരാനുള്ള അവസരങ്ങൾ ഉണ്ടായി. 10 बरस के अंदर नबी करीम 150 जमातें निकाले. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ 10 വർഷത്തിനുള്ളിൽ 150 ജമാഅത്തുകളെ അയക്കുകയുണ്ടായി. हमें निकालेंगे भाई, നമ്മളും പുറപ്പെടുവിക്കുമല്ലോ ഇൻഷാ അല്ലാഹ്.
इंशाल्लाह में दम नहीं है, ഇൻഷാല്ലായിൽ ഒരു ഉഷാർ കാണുന്നില്ല. इंशाल्लाह नक्ल हरकत की सुन्नत का चार है. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയുള്ള യാത്രകൾ, സഞ്ചാരങ്ങൾ ഇത് ഈ ഉമ്മത്തിന്റെ വലിയൊരു അടയാളമാണ്. जुमूद इस उम्मत को साथता नहीं, जुमूद एक ही जगह खड़ ഈ ഉമ്മത്ത് ഒരു സ്ഥലത്ത് ഇങ്ങനെ അടങ്ങിയിരിക്കുക അല്ലെങ്കിൽ ചടഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ഈ ഉമ്മത്തിന് ചേർന്നതല്ല. ये गले में पानी खड़ गए, ഓരോ സ്ഥലത്ത് വെള്ളം കെട്ടിക്കിടക്കാൻ चंद दिन के बाद हरिया कन तप जाता है, കുറച്ചു കഴിഞ്ഞാൽ അത് വൃത്തികേടാവും. उसके अंदर बदबू आती है, അതിനകത്ത് ദുർഗന്ധം വരും. वहाँ पिस्सू आते हैं, അവിടെ നിന്ന് പുഴുക്കളുണ്ടാവും. वहाँ मच्छर आते हैं, അവിടെ പിന്നെ കൊതുകുകൾ വരും. वो पिस्सू काटते हैं तो प्लेग की बीमारी आती है, പിന്നീട് രോഗങ്ങൾ വരും. वो मच्छर काटे तो मलेरिया आता है. ആ കൊതുക് കടിച്ചാൽ പിന്നെ മലേറിയ വരും. फिर जरा खुद बैठ जा, दुआ अब अजान मस्जिद खत्म कर देगा. 2-3 മിനിറ്റ് എല്ലാവരും ആരും നടക്കല ഇരിക്കും. अब तक आप बैठे रहे, अल्लाह जज़ाए खैर अता फरमाए. ഇതുവരെ നിങ്ങൾ ഇരുന്നു, അള്ളാഹു നിങ്ങൾക്ക് നല്ല പ്രതിഫലം തരട്ടെ. अब चंद मिनट की बात है, കുറച്ച് മിനിറ്റ് നിന്നാ മതി. बैठोगे भाई, ഇരിക്കുമല്ലോ ഇൻഷാല്ലാ. चाय पीने मौका दिया जाएगा, ചായ കുടിക്കാൻ സമയം കിട്ടും. गरम गरम 2-2 चाय पीना, ആ നല്ല ചൂടുള്ള ഈ 2 ചായ തന്നെ കുടിച്ചോളൂ. ठंड में गरम गरम 2-2 चाय पीना, നല്ല തണുപ്പാണ്, നല്ല ചൂടുള്ള ഈ 2 ചായ मगरिब में കുടിച്ചോളൂ. रेडी हो जाना. മഗ്‌രിബ് ആകുമ്പോഴേക്ക് റെഡി ആവണം. तो क्या बोल रहा था मैं? എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഓ ഗഡ മേ പാനി गले में पानी, बीमारियां परेशानियां फैलती. വെള്ളം കെട്ടി നിന്നാൽ രോഗങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടാവും. अगर वो पानी बहता रहा तो നല്ല വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ बहता पानी पाक होता है, ഒഴുകുന്ന വെള്ളം ശുദ്ധിയുള്ളതായിരിക്കും, खुद भी पाक होता है, സ്വയം ശുദ്ധിയുള്ളതായിരിക്കും. सबको पाक कर देता എല്ലാത്തിനെയും ശുദ്ധിയാക്കാൻ ആ വെള്ളം തന്നെ है. ഉപയോഗിക്കാം. नदी बहने वाली ഇവിടെയുണ്ടോ ഒഴുകുന്ന നദികൾ? केरला में है नदी, കേരളത്തിലുണ്ടോ? बहुत सारी नदियां हैं. കുറേ ഉണ്ട് കേരളത്തില്. आप भी संजा कर डुबक्या मारे नहीं, നിങ്ങൾ അവിടെ പോയി കുളിച്ചിട്ടുണ്ടാവും, तीरे नहीं, നീന്തിയിട്ടുണ്ടാവും, कपड़े धोए नहीं, വസ്ത്രങ്ങൾ അലക്കിയിട്ടുണ്ടാവും, तुम्हारा गाड़ियां जाकर धो लो पाई नहीं, നിങ്ങളുടെ വാഹനങ്ങൾ ചിലപ്പോൾ കൊണ്ടുപോയി അവിടുന്ന് കഴുകിയിട്ടുണ്ടാവും. टहरा टेम्पो के टहरा, लारी के टहरा लक 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 करके वो पानी के अंदर पाक हो पा गए. വലിയ ലോറികൾ, ട്രക്കുകളൊക്കെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി തിരിച്ചു കൊണ്ടുവരും. लेकिन वो पानी पाक का पाक है, പക്ഷെ ഇതൊക്കെ ആയിട്ടും ആ വെള്ളം ഇപ്പോഴും നല്ല ശുദ്ധിയുള്ളതാണ്. ताहिर है, वो मुताहिर है. അത് ശുദ്ധിയുള്ളതാണ്, മറ്റുള്ളതിനെ ശുദ്ധിയാക്കാൻ ഉപയോഗപ്പെടുത്തുന്നതാണ്. सलमान की मिसाल भी पानी की है. മുസ്ലിമിന്റെ ഉദാഹരണവും ഈ വെള്ളം പോലെയാണ്. एक ही जगह खड़ जाना, ഒരു സ്ഥലത്ത് ഉറച്ചു നിന്ന് ചീത്തയാവരുത്. सास्तानी, അത് മുസ്ലിമിന് ചേർന്നതല്ല. दुकान से मकान, मकान से दुकान, കടയിൽ നിന്ന് വീട്ടിലേക്ക്, വീട്ടിൽ നിന്ന് കടയിലേക്ക്, घर से बाग, बाग से घर, വീട്ടിൽ നിന്ന് കൃഷിസ്ഥലത്തേക്ക്, കൃഷിസ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക്. ये जिंदगी जिंदगी ഇതല്ല നമ്മുടെ ജീവിതം. नक्ल हरकत, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയുള്ള ചലനം, अल्लाह के रास्ते में चलना, അള്ളാഹുവിന്റെ യാത്രയിൽ സഞ്ചരിക്കൽ. जब तक नक्ल हरकत थी पूरा दीन इस उम्मत के अंदर मौजूद था. ആ ഈ ഉമ്മത്ത് ദീനിനു വേണ്ടി സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോഴെല്ലാം പൂർണ്ണമായ ദീൻ ഈ ഉമ്മത്തികളിൽ ജീവനോടെ ഉണ്ടായിരുന്നു. लाखों मुसलमानों में एक बेनमाजी नहीं मिलता था, ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളിൽ നമസ്കരിക്കാത്ത ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. एक रोजा छोड़ने वाला नहीं मिलता था, നമസ്കാരം ഉപേക്ഷിക്കുന്ന, നോമ്പ് ഉപേക്ഷിക്കുന്ന एक ആളുണ്ടായിരുന്നില്ല. सुन्नत छोड़ने वाला नहीं. സുന്നത്തിനെ ഉപേക്ഷിക്കുന്നവരുണ്ടായിരുന്നില്ല. 100% चेहरा सुन्नत का, മുഖങ്ങളൊക്കെ കണ്ടാൽ സുന്നത്തിനെ പിൻപറ്റുന്ന മുഖങ്ങൾ, 100% कपड़े सुन्नत के. വസ്ത്രങ്ങൾ, സുന്നത്തായ വേഷം. अल्लाह की मदद उतर रही थी. അള്ളാഹുവിന്റെ സഹായം ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. जब तक थी पाबंदी तब तक थी आबादी. ഏതുവരെ നമ്മൾ ഈ നിലയിൽ സ്വയം നിയന്ത്രിച്ച് ജീവിച്ചോ അതുവരെ ജീവിതങ്ങൾ ഈ നിലയിൽ നല്ല ഭംഗിയുള്ള അലങ്കരിക്കപ്പെട്ടതായിരുന്നു. जब से आई आजादी उसके बाद आई बर्बादी. എന്നാൽ മനുഷ്യൻ തന്നിഷ്ടത്തിന് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അന്നു മുതലാണ് നാശം मैं ആരംഭിച്ചത്. आजाद हूँ, ഞാൻ സ്വതന്ത്രനാണ് എന്തിനും. तौबा तौबा, അങ്ങനെയല്ല, हम आजाद नहीं हैं, നമ്മൾ അങ്ങനെ സ്വതന്ത്രരല്ല, हम पाबंद हैं. നമ്മൾ നിയന്ത്രിച്ച് ജീവിക്കേണ്ടവരാണ്. आजादी का नतीजा बर्बादी, അഥവാ അങ്ങനെ തന്നിഷ്ടത്തിന് ജീവിച്ചാൽ അത് നാശത്തിലേക്ക് കൊണ്ടുപോകും. पाबंदी का नतीजा आबादी. അഥവാ സ്വയം നിയന്ത്രിച്ച് ജീവിച്ചാൽ അതുകൊണ്ട് ജീവിതങ്ങളുണ്ടാവും. आजाद हो गए, നമ്മള് സ്വതന്ത്രരായി. मेरी जान मेरा माल, എന്റെ ശരീരം, എന്റെ സമ്പത്ത്, എന്റെ मुझे ഇഷ്ടം, कौन पूछने वाला. ആരെന്നോട് ചോദിക്കാൻ. अब ये बात आ गई तो दीन की मेहनत में कमी आ गई, ഇങ്ങനെയുള്ള ചിന്തകൾ വന്നപ്പോഴാണ് ദീനിന്റെ പരിശ്രമത്തിൽ കുറവ് വന്നത്. जुमूद आ गया, മനുഷ്യൻ ദീനിനെ ഉപേക്ഷിച്ച് ഒതുങ്ങിയിരുന്നു. खड़ान आ गई, അതുകൊണ്ട് അവന് ചീത്തയാകാൻ തുടങ്ങി. परेशानियां फैल गई, ഭയങ്കരമുള്ള പരിഭ്രമങ്ങൾ, രോഗങ്ങൾ പരക്കാൻ തുടങ്ങി. हर जगह फसाद, എല്ലാ സ്ഥലങ്ങളിലും ഫസാദുകൾ, കുഴപ്പങ്ങൾ, हर जगह फितने, എല്ലായിടത്തും ഫിത്നകൾ, मार धाड़,
ആ പരസ്പരമുള്ള ആക്രമണങ്ങൾ, चारों तरफ जिना आम हो गया, 4 ഭാഗത്തും വ്യഭിചാരം പരസ്യമായി, शराब का पीना बेचना आम हो गया, അതേപോലെ മദ്യം കുടിക്കുന്നതും ഉപയോഗിക്കുന്നതും ആമായി പോയി. पूरी दुनिया में बेइंसाफी आ गई, ദുനിയാവ് മുഴുവനും നീതിയില്ലായ്മ പരന്നു. अल्लाह की मदद हट गई, അള്ളാഹുവിന്റെ സഹായം ഇല്ലാതായി. फिर आई बर्बादी അതിനുശേഷമാണ് ഈ നാശങ്ങളൊക്കെ ഉണ്ടായത്. इस काम को छोड़ने की वजह से। ഇതൊക്കെ ദീനിന്റെ പരിശ്രമം ഉപേക്ഷിച്ചതിന്റെ आज പേരിലാണ്. सारी दुनिया जमीन तरस रही है, ഇന്ന് മുഴുവൻ ലോകവും ഈ മണ്ണും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ये कब तक कत्ल और गारतगिरी होगी, ഏതുവരെയാണ് ഈ കൊലപാതകങ്ങൾ നടക്കുക? ये कब तक जुल्म सितम दुनिया में चलेगा? ഈ അക്രമങ്ങൾ ഏത് കാലം വരെ ഈ ലോകത്ത് लाओ നടക്കും? हमारे पर हुजूर वाले तरीके लाओ, जमीन अंदर से पुकार रही है। നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ജീവിതത്തിനെ നിങ്ങൾ കൊണ്ടുവരും എന്ന് ഈ ഭൂമി പോലും നമ്മളോട് വിളിച്ചു പറയുന്നത് പോലെയാണ്. ये सब हमारी वजह से हो रहा है। ഇതൊക്കെ നമ്മുടെ അലസത കൊണ്ടുണ്ടായതാണ്. जब तक हम सही थे सारी दुनिया सही थी, നമ്മൾ ഏതുവരെ ശരിയായി ജീവിച്ചോ ഈ ലോകം മുഴുവൻ ശരിയായി जब കഴിഞ്ഞു. से हम बिगड़े हैं सारी दुनिया बिगड़ी है। നമ്മൾ ചീത്തയായപ്പോൾ ലോകം മുഴുവൻ ചീത്തയായി. बस हम तमाम को 100% इस काम में लग जाना है। അതുകൊണ്ട് നമ്മളെല്ലാവരും 100% അള്ളാഹുവിന്റെ ദീനിന്റെ പരിശ്രമത്തിൽ ബന്ധപ്പെടണം. तो हमारे अंदर दीन हकीकत के साथ आएगा, നമ്മുടെ ഉള്ളിൽ യാഥാർത്ഥ്യത്തോടുകൂടി പിന്നീട് ദീനുണ്ടാവും. हम अपनी जिंदगी से दीन को जाहिर करेंगे നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൂടി ദീനിനെ വെളിവാക്കണം. और सारी दुनिया के अंदर चारों तरफ से इनकमिंग शुरू हो जाएगी। പിന്നെ ഇൻഷാ അല്ലാഹ് ലോകത്തിന്റെ മുഴുവൻ ആളുകളും ഇങ്ങോട്ട് വരാൻ തുടങ്ങും. और जब से ये आजादी आई है दुनिया में बर्बादी आई। അത് മനുഷ്യൻ തന്നിഷ്ടത്തിന് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഭൂമിയിൽ ഈ ഫസാദുകളൊക്കെ ഉണ്ടായത്. 2-3 लाख बच्चे आ रहे हैं दुनिया में, എല്ലാ ദിവസവും 2-3 ലക്ഷം കുട്ടികൾ ജനിക്കുന്നുണ്ട് ഭൂമിയിൽ. 2-3 लाख मुर्दे जा रही, ഇതേപോലെ 2-3 ലക്ഷം ആളുകൾ മരിച്ചു പോകുന്നുണ്ട്. बराबर क्या भाई? ശരിയാണോ അല്ലേ? इनकमिंग भी है, आउट गोइंग भी, ഇൻകമിംഗ് ഉണ്ട്, ഔട്ട് ഗോയിങ് ഉണ്ട്. लेकिन जो 2-3 लाख मुर्दे मर रही, कितने